വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ആലോചന. അല്ല ഞാൻ പറയും, ഇന്ന് നമ്മുടെ സാന്ദ്രയുടെ കല്യാണമാണ്. നമ്മളിപ്പോൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. കെട്ട് ഗുരുവായൂർ വെച്ചാണ്. അപ്പോൾ അവരൊക്കെ എത്തുന്നേ ഉള്ളൂ. നമ്മളിവിടെ ആദ്യം തന്നെ എത്തി. ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. പാർവണയും ലീഡും ഉണ്ട് നമ്മുടെ ഒപ്പം. ഇന്ന് രഞ്ജുവും മേഘമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ കുറവാണ്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. അപ്പോൾ സാന്ദ്രയും അജിത്തും ഒക്കെ എത്തിയിട്ടുണ്ട്. ഗുരുവായൂർ വെച്ചായിരുന്നല്ലോ കെട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് അധികം ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് മാലയിടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർ വന്നപ്പോൾ തന്നെ ഞങ്ങൾ താലമൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് അന്നേരം ആരെയും കിട്ടിയില്ല. അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്സ് ഒന്നുമില്ല കേട്ടോ. പിന്നെ സാന്ദ്രേനെയും അജിത്തിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 10th വരെ ഒരേ സ്കൂളിൽ തന്നെ പഠിച്ചത്. ഞങ്ങളുടെ അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു അജിത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ആ കാലത്തൊന്നും വിചാരിച്ചിരുന്നില്ല സാന്ദ്രേനെ കെട്ടാൻ പോകുന്നത് അജിത്തായിരിക്കുന്നു. കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അറിയാമെന്നല്ലാതെ അങ്ങനെ സംസാരിക്കലോ കാര്യങ്ങളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എല്ലാവരും എൻ്റെ വീട്ടിലൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സാന്ദ്ര ഇങ്ങനെ കല്യാണമായി, ചെക്കൻ്റെ ഫോട്ടോ ഇതാണെന്നും പറഞ്ഞ് കാണിച്ചു തന്നപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയത്. ഇത് അജിത്തല്ലേ, ഇതെങ്ങനെ എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ സാന്ദ്രയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബുള്ളൊരു ക്യാരക്ടറാണ്. അത്യാവശ്യം ഫണ്ണി ആയിട്ടുള്ള, നമ്മൾ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അറിയാതെ ചിരിച്ചു പോവും. അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള, പിന്നെ അത്യാവശ്യം സാഹചര്യങ്ങളിൽ മെച്യൂരിറ്റി നന്നായിട്ട് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് സാന്ദ്ര. അതുപോലെ തന്നെ ഒരു വൈബുള്ളൊരു ആളാണ് അജിത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അജിത്തിൻ്റെ ക്യാരക്ടർ ശരിക്കും അറിയില്ല. പക്ഷേ അജിത്ത് ഇപ്പോൾ സാന്ദ്രേനെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണെന്നേ തോന്നുന്നുള്ളൂ. കാരണം പണ്ടേ മുതൽ കണ്ട് പരിചയമുള്ളതുകൊണ്ടായിരിക്കാം, നമ്മുടെ ഒപ്പം പഠിച്ചതുകൊണ്ടായിരിക്കാം അങ്ങനൊരു ഫീലാണ്. നമ്മുടെ ഫ്രണ്ട് തന്നെ എന്നുള്ളൊരു ഫീലേ വരുന്നുള്ളൂ. ഞങ്ങളാണെങ്കിൽ അവിടെ ഇരുന്ന് സെൽഫീസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു ഫൺ സെക്ഷൻ ഉണ്ടായിരുന്നു, Q&A പോലത്തെ. അത് നല്ല രസമായിരുന്നു കേട്ടോ കണ്ടിരിക്കാനായിട്ട്. മന്തി. മന്തി. ഓക്കെ, ബിരിയാണി ആണോ? ഒരാൾക്ക് മന്തി, ഒരാൾക്ക് ബിരിയാണി വേണമെന്ന് പറയണേ. സോ ഇനി കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ ഫോൺ നമ്പർ ചോദിക്കുന്നത് ബിക്കോസ് എവരിബഡി സേവ് ദെയർ നമ്പർ. പക്ഷെ ഞാൻ ചോദിക്കാൻ പോണേ സിം കാർഡ് ഏതാണെന്നാണ്. സാന്ദ്രയുടെ സിം കാർഡ് ഏതാ? ആണോ സാന്ദ്ര? ഓക്കെ, സാന്ദ്ര said yes. അജിത്തിന്റെ സിം കാർഡ്? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ടഫായിട്ടുള്ളതാ. രണ്ടാമത്തെ വണ്ടിയില്ലേ, വെഹിക്കിൾ നമ്പർ അറിയോ സാന്ദ്രയുടെ? സ്വന്തം വണ്ടി നമ്പർ അറിയോ സാന്ദ്രയുടെ? അജിത്തിന്റെ വണ്ടി നമ്പർ അറിയോ? ഓക്കെ, സാന്ദ്രയുടെ ഇൻസ്റ്റാ യൂസർ ഐഡി എല്ലാവർക്കും അറിയാം. ഭയങ്കര ഡിഫിക്കൽട്ട്, ഭയങ്കര വെറൈറ്റി ആണ്. ടെൻഷനാണ്. അങ്ങനെ വലിയ വെറൈറ്റി ആണ്. ഇനി നമുക്ക് ഇവരോട് കുറച്ച് ഫോം
കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, സോ ഇത്തിരി ഫണ്ണി ആയിട്ടുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് യുവർ ഹൗസസ് എപ്പോഴെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ ഗൂഗിൾ മാപ്സിൽ എത്ര ഡിസ്റ്റൻസ് എന്ന്? ഗസ്റ്റ് ഏതെങ്കിലും ഒരു 4-5 കിലോമീറ്റർ ഇല്ലേ? 1.7 എന്നാ പറയുന്നത്. 4. ഒരു കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിൽ അവർ നിൽക്കാം. നമുക്ക് ഓക്കെ. Another question is a word that describe your relationship. ഒരു വാക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്ത് തേങ്ങയാണ് പറയുന്നത്? അജിത്തിന്റെ തലയിൽ Understanding. Okay, it's a good word, understanding. Blessing. 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 Okay, blessing. It's a beautiful word. Okay, nice. So I have a question. If you have a couple Insta profile, what will be the user ID? നിങ്ങൾ രണ്ടാളും കൂടി ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് എന്തായിരിക്കും പേരിടുക? It can be fun and be like serious also. It's fine. Tiruvancha. Just a fun now. ഇല്ല, സ്പോട്ടിഫൈയിലൊക്കെ വന്ന ഗ്രൂപ്പ് ഉണ്ട്. ലവ് ബൈറ്റ്സ് തന്നെ ഉണ്ട്. Okay, love bites. Okay, not. Okay, അടുത്തൊരു because you're going for honeymoon now. What is your dream destination? Somewhere you want to go. അല്ല, ടർക്കിയ, തായ്ലാൻഡ് എന്തല്ലേ? Anywhere with it. Nice. കുറച്ചുകൂടി questions. Sorry, I'm taking so much time. Who takes more selfie? സാന്ദ്ര. Between you, who takes more selfie photos? Sandra is no, Sinan. Who's the pro rider among you? റൈഡർ. Okay, he won. Then who proposed or who said I love you first among you? അത് Sandra, ആരാ പറഞ്ഞേ? ആക്ച്വലി അജിത്തിനെ പറ്റിച്ചതാണ്. അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. ഐ ലവ് യു വെച്ച് ബാക്കിയൊരു ഫുള്ള് സേവറിന് and പറഞ്ഞ അവസാനം ഐ ലവ് യു അതിലെ പറഞ്ഞു ഇപ്പൊ പറയട്ടെ അല്ലേ? നമുക്ക് പറയാം. Okay, because you're gonna dance evening, dance king. Because ഞാൻ വന്നപ്പോഴും ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. Me, who's more romantic? This is my last question. Who is more romantic among them? സാന്ദ്ര. Okay, let them have a very romantic. അങ്ങനെ ഞങ്ങൾ ഫൺ Q&A സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് കയറിയാണ്. അപ്പോഴേക്കും സമയം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം കൂടി ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അവിടെ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. സാന്ദ്രയൊക്കെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ പിന്നെ നേരെ ഒരു കഫേയിലോട്ടാണ് പോയത്. ഞങ്ങളപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഒരു വെറൈറ്റി റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ നോർത്ത് പറവൂർ തന്നെയാണ് ഇത് ലൊക്കേഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു അടിപൊളി ആംബിയൻസ് ആണ്. നമ്മുടെ അടുത്ത് ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് കാണാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പറവൂർ, നോർത്ത് പറവൂർ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ഞങ്ങളൊരു ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് പോയത് കേട്ടോ. ആ വീഡിയോയിൽ തന്നെ നല്ല ഒരു അറ്റ്മോസ്ഫിയറും ഒരു കാടിൻ്റെ നടുക്കൊരു റെസ്റ്റോറൻറ്റ്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര അടുത്തായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ചെന്നപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഒരു 3 സ്ഥലത്തൊക്കെ ഇങ്ങനെ വാട്ടർഫോൾസൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു പോണ്ടും ആ പോണ്ട് നിറച്ചും മീനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഡ്രിങ്ക്സ് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഇവിടെയൊക്കെ വന്നിരുന്ന് ഫോട്ടോ എടുക്കാനും ഇൻസ്റ്റഗ്രാം റീൽസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. എല്ലാവരും മെയിൻലി അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷനും ബാച്ചിലർ പാർട്ടിയൊക്കെ വെക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ്. അതിനെല്ലാം ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് തരുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചിരിക്കാനും ഇതുപോലെ ഫോട്ടോസ് എടുക്കാനുമായിട്ടാണ് മെയിൻലി വന്നത്. വിശപ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ പാർവണയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. എന്നിട്ട് അവിടെ ചെന്നൊരു ചെറിയൊരു റീൽസൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്തു. അങ്ങനെ അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് കേട്ടോ.